ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ബുക്ക് ക്യാച്ചർ. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കുറച്ച് സൗണ്ട് ഡിസ്റ്റർബൻസസ് ഒക്കെ ഉണ്ടാവും, എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. ഇന്നൊരു സന്തോഷ വാർത്തയാണ് നമുക്ക് പറയാനുള്ളത്. നമ്മുടെ ഭാരതിയാറിൻ്റെ ഓപ്പൺ ഡിസ്റ്റൻസ് ലേണിംഗ് പ്രോഗ്രാംസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് 19-ാം തീയതി നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. 15ഓളം യു ജി ഒഴിച്ചിട്ടുള്ള പി ജി കോഴ്സുകളാണ് വന്നിട്ടുള്ളത്. യു ജി ഇല്ല എന്ന് തന്നെ പറയാം, ഒന്നുമില്ല യു ജി, പി ജിക്ക് മാത്രമാണ് ഉള്ളത്. അപ്പോൾ അതിൽ നമുക്ക് MCOM ഉണ്ട്, MCOM CA വരുന്നുണ്ട്, MA ഇംഗ്ലീഷ് ഉണ്ട്, MBA ഉണ്ട്, MA ഇക്കണോമിക്സ് വരുന്നുണ്ട്, MA തമിഴ്, MA ജേർണലിസം ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻ, MA ഹിസ്റ്ററി, MSW, MCA, MSc IT, MSc ഫിസിക്സ്, MSc കമ്പ്യൂട്ടർ സയൻസ്, MSc മാത്സ്, MSc അപ്ലൈഡ് സൈക്കോളജി. ഇത്ര കോഴ്സുകളാണ് വരുന്നത്. ഇതിൻ്റെ ഫീസും കാര്യങ്ങളും ഒന്നും ഡിസ്ക്ലോസ് ചെയ്തിട്ടില്ല യൂണിവേഴ്സിറ്റിയിൽ നിന്ന്. ഇത് ഒഫീഷ്യലി വരുന്നവരെ ഒന്ന് ഞങ്ങൾ വെയിറ്റ് ചെയ്തതാണ്. പിന്നെ നമുക്ക് അഡ്മിഷൻസ് എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂണിവേഴ്സിറ്റി നോട്ടിടും. അപ്പോൾ നമുക്ക് അഡ്മിഷൻസ് എടുത്ത് തുടങ്ങുന്നുള്ളൂ. അല്ലാണ്ട് നമ്മൾ മുൻപ് പൈസ വാങ്ങി വെച്ച് അങ്ങനത്തെ യാതൊരു പരിപാടിയും നമ്മൾ ചെയ്യില്ല. കാരണം യൂണിവേഴ്സിറ്റി ഫീസ് സൈറ്റിലിടുമ്പോൾ നമ്മൾ കറക്റ്റ് അതിനനുസരിച്ചിട്ടുള്ള ഫീസ് വാങ്ങുള്ളൂ പിള്ളേരുടെ അടുത്ത് നിന്ന്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡേറ്റ് വരുന്നവരെ വെയിറ്റ് ചെയ്യുക. ആരും നമ്മളങ്ങനെ ആഡുകളും കാര്യങ്ങളൊക്കെ കണ്ട് പറ്റിക്കുന്ന ആളുകളുടെ അടുത്തേക്ക് പോയി അഡ്മിഷൻസിൽ വീഴാതിരിക്കുക. അതാണ് നമുക്ക് ഇവിടെ ആദ്യമായിട്ട് പറയാനുള്ളത്. കാരണം ഇപ്പം തന്നെ MBAയുടെ അഡ്മിഷൻസ് സ്റ്റാർട്ട് ചെയ്തു, ഭാരതിയാർ സ്റ്റാർട്ട് ചെയ്തു, എല്ലാ കോഴ്സും ഉണ്ട്, അങ്ങനെയൊക്കെ പറഞ്ഞ് ഒരുപാട് വ്യാജ പ്രചരണങ്ങൾ വരുന്നുണ്ട്. അപ്പം അതിൽ നിന്നൊക്കെ നിങ്ങൾ ഒഴിഞ്ഞു നിൽക്കുക. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കും നമ്മളെ സമയത്തിനും പൈസയ്ക്കും വിലയുണ്ട്. അപ്പം അതിനനുസരിച്ചിട്ട് നല്ല റേറ്റിംഗ് ഉള്ള നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ അഡ്മിഷൻ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോഴ്സുകളുടെ ബാക്കി ഡീറ്റെയിൽസ് സിലബസൊക്കെ നമുക്ക് വരുമ്പോൾ ഭാരതിയാറിന് മറ്റ് കോഴ്സുകൾ, അതായത് ഇയർലി കോഴ്സുകളായിരുന്നു, ഇനി സെമസ്റ്ററിലേക്ക് ആക്കും. സിലബസ് കുറച്ച് വ്യത്യാസമൊക്കെ ഉണ്ടാവും, സബ്ജക്റ്റുകളുടെ എണ്ണം കൂടും, ഫീസ് കൂടാൻ ചാൻസ് ഉണ്ട്. പിന്നെ എക്സാം സെൻറ്റേഴ്സ് ഇവിടെ ഉണ്ടാവില്ല, കോയമ്പത്തൂർ തന്നെയായിരിക്കും എന്നാണ് നമുക്ക് ലേറ്റസ്റ്റ് കിട്ടിയ ഇൻഫർമേഷൻസ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കോയമ്പത്തൂർ എക്സാം ഒക്കെ പോയി എഴുതാൻ പറ്റുന്ന ആളുകൾ മാത്രം ഇതിലേക്ക് അഡ്മിഷൻ എടുക്കുക. അല്ലാത്തവർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഓപ്ഷൻ ഇല്ല. നമുക്ക് അവിടെ തന്നെ പോയി എഴുതണം എന്ന് പറഞ്ഞാൽ വേറെ യാതൊരുവിധ കാര്യങ്ങളും ഉണ്ടാവില്ല. അവിടെ തന്നെ പോയി അവിടുത്തെ ഏതെങ്കിലും കോളേജിൽ, ചിലപ്പോൾ നമ്മുടെ യൂണിവേഴ്സിറ്റിയുടെ ജുറിസ്ഡിക്ഷനിൽ വരുന്ന കോളേജുകളിൽ പോയി എക്സാം എഴുതേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഇത്ര ഇൻഫർമേഷൻസ് ആണ് ഈ ഒരു വീഡിയോയിലൂടെ പാസ് ചെയ്യാൻ എനിക്ക് തോന്നിയത്. സോ നേരത്തെ പറഞ്ഞ പോലെ ബിവെയർ ഓഫ് ഫ്രോഡുലന്റ് പീപ്പിൾ. പിന്നെ നമ്മളുടെ ബാക്കി അഡ്മിഷൻ്റെ കാര്യങ്ങളും എന്തെങ്കിലും ഇൻഫർമേഷൻസ് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാം. നിങ്ങൾക്ക് കറക്റ്റ് ഗൈഡ് ലൈൻസും എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നതായിരിക്കും. താങ്ക് യു.